ഇന്നലെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം അതിഭീകരമായിരുന്നു. ഇന്നലത്തെ രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു ആളുകൾക്കൊക്കെ. ഉറപ്പായിട്ടും. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 5 ദിവസത്തോളമായിട്ട് പരസ്പരം നല്ല യുദ്ധം നടക്കുന്നുണ്ട് അവിടെ. ഈ ഒരു ഘട്ടത്തിൽ ഇത് തീരാനുള്ള എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ? ഇത് തീരാനായിട്ടുള്ള സാധ്യത ഇപ്പോൾ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ഭാഷ കടമെടുക്കുകയാണെങ്കിൽ അവർ പറയുന്നത് ഇറാനെ പൂർണ്ണമായും ആണവമുക്തമാക്കാതെ ആ ആക്രമണം അവസാനിപ്പിക്കില്ല എന്ന കടുത്ത നിലപാടിലാണ് ഇസ്രയേൽ. അമേരിക്കയ്ക്കും ഏതാണ്ട് അതേ നിലപാട് തന്നെയാണ്. പക്ഷേ ഒരു വെടിനിർത്തലിനുള്ളൊരു നേരിയ സാധ്യത ഇപ്പോൾ തെളിഞ്ഞിട്ടുണ്ട്. നേരത്തെ തന്നെ അതായത് അമേരിക്കയും ഇറാനും തമ്മിലൊരു ചർച്ച, ഈ ആണവ നിർവ്യാപന കരാർ സംബന്ധിച്ച് ചർച്ച ഒമാൻ്റെ മധ്യസ്ഥതയിൽ ഈ 15-ാം തീയതി നടക്കാനിരുന്നതാണ്. പക്ഷേ അത് ഈ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇറാൻ അതിൽ നിന്ന് പിൻവാങ്ങിയിരുന്നു. ഈ ഇസ്രയേലിന് അവർ നടത്തിയ ആക്രമണത്തിന് അതേ തൂക്കത്തിൽ മറുപടി നൽകാതെ ഒരു തരത്തിലും ഒരു ഒത്തുതീർപ്പിനോ വെടിനിർത്തലിനോ തയ്യാറല്ല എന്നുള്ളതായിരുന്നു ഇറാൻ്റെ നിലപാട്. പക്ഷേ ഇപ്പോൾ ഇറാൻ ഒന്ന് മയപ്പെട്ടിട്ടുണ്ട്. അവർ ഇപ്പോൾ ഒമാൻ, ഖത്തർ, സൗദി തുടങ്ങിയ രാജ്യങ്ങളെ ബന്ധപ്പെട്ടിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനോട് ആവശ്യപ്പെടാനാണ് പറഞ്ഞത്. അതായത് നേരിട്ടല്ല, ഒരു മധ്യസ്ഥ ശ്രമം നടത്തുകയാണ്. അതായത് ഒമാൻ, ഖത്തർ, സൗദി എന്ന് പറഞ്ഞ ഒരു മുസ്ലിം രാഷ്ട്രങ്ങളാണ്. അവർ ട്രംപിനോട് ബന്ധപ്പെട്ടിട്ട് ട്രംപ് നെതന്യാഹുവിനെ വിളിച്ച് ഈ വെടിനിർത്തലിന് നിർബന്ധിപ്പിക്കണം എന്നുള്ളതാണ് ഇറാൻ്റെ ഇപ്പോഴത്തെ ആവശ്യം. അപ്പോൾ അതിന് ബദലായിട്ട് അതിന് പകരമായിട്ട് ഈ ആണവ നിർവ്യാപന കരാർ സംബന്ധിച്ചുള്ള അവരുടെ നിലപാടിൽ കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചെയ്യാമെന്നുള്ള ഒരു നിലപാടിലേക്കാണ് ഇപ്പോൾ എത്തിയേക്കുന്നത്. ഇവിടെ ഇറാൻ്റെ വിദേശകാര്യ മന്ത്രിയുടെ ഒരു പ്രസ്താവന കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, അതായത് ഈ ട്രംപ് ഒരു ട്വീറ്റ് ചെയ്തിരുന്നു. അതായത് ഈ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ട്വീറ്റ് ഇങ്ങനെയാണ്: ഇറാൻ ഷുഡ് ഹാവ് സൈൻ ദ ഡീൽ, ടോൾഡ് ദം ടു സൈൻ, വാട്ട് എ ഷെയിം, ഇറാൻ കനോട്ട് ഹാവ് ന്യൂക്ലിയർ വെപ്പൺ. അതായത് ട്രംപ് ഇക്കാര്യത്തിലൊരു നിലപാടെടുത്തേക്കുന്നു. അതായത് ഇറാൻ ഈ എഗ്രിമെൻ്റ്, ആണവ നിർവ്യാപന കരാർ സംബന്ധിച്ച് ഒരു എഗ്രിമെൻ്റ് സൈൻ ചെയ്യേണ്ടതായിരുന്നു. അത് ചെയ്യാത്തത് കൊണ്ടാണ് അവിടെ നിരവധി ജീവൻ നഷ്ടമായത്. അത് വലിയ നാണക്കേടാണ്. അതുകൊണ്ട് ഇത് സൈൻ ചെയ്യണം. പിന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഇറാന് ന്യൂക്ലിയർ ആണവായുധം ഉണ്ടാകാനേ പാടില്ല എന്നുള്ള, അത് മാത്രം ഉണ്ടാകാനേ പാടില്ല തുടങ്ങിയ വാക്യങ്ങൾ മാത്രം ക്യാപിറ്റൽ ലെറ്ററിലാണ് അദ്ദേഹത്തിൻ്റെ ട്വീറ്റിലുള്ളത്. അപ്പോൾ ഇതിന് മറുപടി എന്നോണം ഇറാൻ്റെ വിദേശകാര്യ മന്ത്രി പറയുന്ന മറുപടി ഇങ്ങനെയാണ്: അതായത് ട്രംപിൻ്റെ നിലപാടുകൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇറാൻ്റെ അടുത്ത നടപടികൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ വെടിനിർത്തൽ മധ്യസ്ഥതയ്ക്ക് ട്രംപ് മുൻകൈയെടുത്താൽ അതിനോട് അനുകൂലമായി പ്രതികരിക്കുമെന്നുള്ള സൂചനയാണ് ഇറാൻ്റെ വിദേശകാര്യ മന്ത്രി നൽകിയിരിക്കുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യം, അവിടെ ഗ്രൗണ്ട് റിയാലിറ്റി പരിശോധിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വെടിനിർത്തലിലേക്കോ സമാധാന ശ്രമത്തിലേക്കോ കടക്കും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കില്ല. കാര്യം ഇറാൻ ആകെ അവർ ദുർബലമായി നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. കാരണം അവരുടെ പ്രധാനപ്പെട്ട സൈനിക മേധാവികളെല്ലാം തെരഞ്ഞു പിടിച്ചു കൊന്നു. പ്രധാനപ്പെട്ട ആണവ ശാസ്ത്രജ്ഞരെയെല്ലാം അവരെ എങ്ങനെ വധിക്കപ്പെട്ടു എന്നുള്ളത് ഇറാൻ ഇപ്പോഴും പിടികിട്ടിട്ടില്ലാത്ത അവസ്ഥയാണ്. മൊസാദ് നേരിട്ട് നടത്തി അവിടെ ഇറാനിൽ ഇറങ്ങി നടത്തിയ കൃത്യമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ ആ രീതിയിൽ അവർക്ക് കൃത്യമായൊരു നേതൃത്വത്തിൻ്റെ അഭാവം, അവരുടെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടു, ബാലിസ്റ്റിക് മിസൈൽ സംവിധാനങ്ങൾ വെച്ചിരിക്കുന്ന കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടു. അങ്ങനെ അവർ ഒരു ദുർബലാവസ്ഥയിൽ നിൽക്കുന്നൊരവസ്ഥയിൽ അവർ ഏതായാലും വെടിനിർത്തലിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ വലിയ കാലതാമസം ഉണ്ടായില്ല. കാര്യം അവർക്കിനി അധികം നേരം പിടിച്ചു നിൽക്കാനാവില്ല. പക്ഷേ ഇസ്രയേലിൻ്റെ നിലപാട് ഇപ്പോഴും ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം കൂടി മാധ്യമങ്ങളോട് പറഞ്ഞത്, ഇസ്രയേൽ അതിൻ്റെ ലക്ഷ്യം നേടുന്നത് വരെ ആക്രമണം തുടരും എന്നുള്ളതാണ്. അതായത് ഇസ്രയേലിൻ്റെ ലക്ഷ്യം പറയുന്നത് ഇറാന് ആണവായുധം ഉണ്ടാകാനേ പാടില്ല, അതേപോലെ തന്നെ അവരുടെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയും നിർത്തലാക്കും എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നിലപാട്. നേരത്തെ തന്നെ ട്രംപ് കൊടുത്തിരുന്നൊരു മുന്നറിയിപ്പാണ്. അതായത് ഇവരുടെ ഈ ആണവ നിർവ്യാപന കരാറിലേക്ക് എത്താനായിട്ട് ഒരു 60 ദിവസം സമയമാണ് ട്രംപ് കൊടുത്തിരുന്നത്. എന്നാൽ ഈ ഇറാൻ ഈ കരാറിൽ നിന്ന് പിൻവാങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ആ കാലാവധിയുടെ കാര്യം അപ്രസക്തമായി പുതിയൊരു ആണവ കരാർ ഉണ്ടാകുന്നത്, അതായത് ഒരു വ്യവസ്ഥ വെച്ചത് തന്നെ അപ്രസക്തമായൊരു കാര്യമുണ്ട്. കാര്യം ചർച്ച ഉണ്ടെങ്കിലല്ലേ ഇനി അത്തരൊരു വ്യവസ്ഥയ്ക്ക് സാധ്യതയുള്ളൂ. അപ്പോൾ ഇറാൻ ഈ ഇസ്രയേലിൻ്റെ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിലൊരു ആണവ നിർവ്യാപന കരാറിൽ അതിൽ നിന്ന് പിൻവാങ്ങുന്ന നിലപാടെടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി അത്തരത്തിലൊരു ചർച്ചയ്ക്ക് തന്നെ പ്രസക്തിയില്ല. ഇനി ഇറാൻ തന്നെ ഒരു വെടിനിർത്തൽ അല്ലെങ്കിൽ ഈ ചർച്ചകൾക്ക് സന്നദ്ധമാണെന്ന തരത്തിൽ നിലപാടെടുത്ത് വരികയെന്നല്ലാണ്ട് വേറെ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യം ഇപ്പോഴുണ്ട്. ഇന്നലെ
വലിയ തോതിലുള്ള ആക്രമണം നടന്നിട്ടില്ല, ഇരുഭാഗത്തും അതെ. നാശനഷ്ടങ്ങളും ആളപായമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഉറപ്പായിട്ടും. കാര്യം തുടർച്ചയായ 5-ാം ദിവസമാണ് രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്ന് പ്രതിരോധം ഉണ്ടാകുന്നെങ്കിലും ഇസ്രയേലിന് ഏതെങ്കിലും തരത്തിൽ ഒരു ഭീഷണിയാകുന്ന തരത്തിൽ ഇറാന്റെ ആക്രമണം ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. കാര്യം ഇസ്രയേൽ 10 മടങ്ങ് ശക്തിയിലാണ് ഇറാന് നേരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും അവരുടെ ദേശീയ മാധ്യമത്തിൻ്റെ നേരെ ആക്രമണം ഉണ്ടായി, അവരുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ ആക്രമണം ഉണ്ടായി. ഇതൊക്കെ പരിഗണിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതായത് ടെഹ്റാനിൽ നിന്ന്, ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് ആളുകളെല്ലാം ഒഴിഞ്ഞു പോകണം എന്നുള്ള തരത്തിൽ, അതായത് വലിയ രീതിയിലുള്ള ആക്രമണം ഇനിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നത്. നേരത്തെ ഒരു സാധ്യത ഉണ്ടായിരുന്നു, അതായത് ഇറാന്റെ ആക്രമണത്തിൽ ടെല്ലവീവിലുള്ള അമേരിക്കൻ എംബസിക്ക് കേടുപാട് പറ്റിയിരുന്നു. അതായത് അമേരിക്കയെ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്ന ഒരു നിലപാടാണ് ഈ അവസരത്തിൽ ഉണ്ടായത്. അപ്പോൾ അമേരിക്കയെ ആക്രമിക്കുന്ന തരത്തിൽ ഇറാൻ നിലപാടെടുത്താൽ ഉറപ്പായും ശക്തമായ രീതിയിൽ തിരിച്ചടിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് കൊടുത്തതാണ്. ഇനി അമേരിക്ക നേരിട്ട് ഈ യുദ്ധത്തിൽ ഇടപെടുമോ, അല്ലെങ്കിൽ അവിടുത്തെ സിവിലിയന്മാരുടെ രക്ഷയെ കരുതിയാണോ ട്രംപിന്റെ ഈ ട്വീറ്റ് എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. എന്നിരുന്നാലും ഇന്നലെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണമാണ് രണ്ട് രാജ്യങ്ങളും പരസ്പരം നടത്തിയത്. അവിടെ ഇറാനിൽ ഇതുവരെ 224 പേരുടെ മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതിൽ ഏറിയ പങ്കും സിവിലിയന്മാരും അതിലേറിയ പങ്കും സ്ത്രീകളും കുട്ടികളുമാണെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഇസ്രയേലിൻ്റെ ഭാഗത്ത് ഇതുവരെ 24 മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇസ്രയേൽ ഏതാണ്ട് അവരുടെ ടെല്ലവീവിൽ നിന്ന് ഏതാണ്ട് 3000-ഓളം പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും വരുന്നു. ഏതായാലും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഇറാൻ ഏതാണ്ട് ഒരു സമാധാന ശ്രമങ്ങൾക്കുള്ള അതിനുള്ള സൂചനകൾ നൽകി എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രസക്തമായ സംഗതി. ഏതായാലും യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നൊരവസ്ഥയിലാണ്. എത്രയും പെട്ടെന്ന്, കാര്യം ഈ യുദ്ധം മറ്റ് രാജ്യങ്ങളുടെ കൂടെ ഇടപെടൽ ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്താൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ മറ്റ് രാജ്യങ്ങൾ, പാകിസ്ഥാൻ ഇറാന് വേണ്ടിയിട്ട് ഇസ്രയേലിൽ ആറ്റം ബോംബ് വിടുമെന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഇതിനോടകം വന്നു കഴിഞ്ഞു. പക്ഷെ അത് പാകിസ്ഥാൻ സ്ഥിരീകരിച്ചില്ലെങ്കിൽ പോലും അത്തരത്തിൽ മറ്റ് രാജ്യങ്ങളുടെയൊക്കെ പിന്തുണ, ഇപ്പം മറ്റ് മുസ്ലിം രാഷ്ട്രങ്ങളുടെയൊക്കെ പിന്തുണ ഇറാൻ അഭ്യർത്ഥിക്കുന്നുണ്ട്. അത്തരത്തിൽ മുസ്ലിം രാഷ്ട്രങ്ങളുടെ ഒരു കൂട്ടായ്മ ഈ തരത്തിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അവർ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ പോലും അത്തരത്തിലുള്ള ചർച്ചകൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അത് ഇത്തരം മുസ്ലിം രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മ പ്രധാനമായും ഉദ്ദേശിക്കുക ഇപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാനുള്ള ചർച്ചകൾക്ക് സാധ്യതയുണ്ടെന്ന് ആരായുകയായിരിക്കും. അവർ നേരിട്ട് ഏതെങ്കിലും തരത്തിൽ യുദ്ധത്തിൽ ഇടപെടാനുള്ള സാധ്യത കുറവാണ്. കാര്യം ഇപ്പോൾ സൗദിയോടും ഇവരോടും ട്രംപുമായിട്ട് സംസാരിക്കണം എന്ന ആവശ്യം പറഞ്ഞു. ഉറപ്പായിട്ടും. കാര്യം ഒമാനാണ് ഇതുവരെ, അതായത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആണവ നിർവ്യാപന കരാർ സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് ഒമാനാണ് ഇതുവരെ മുൻകൈ എടുത്തിട്ടുണ്ട്. ഇവർ രണ്ട് കൂട്ടരുടെയും മധ്യസ്ഥതയിൽ ഇതിനോടകം തന്നെ 4 ചർച്ചകൾക്ക് വേദി ഒരുക്കിയതാണ്. 4ാമത്തെ ചർച്ചയാണ് അലസിപ്പിരിഞ്ഞത്. ഇനിയും ചർച്ചകൾക്ക് ചിലപ്പോൾ ഒമാൻ തന്നെ മുൻകൈ എടുത്തെന്നിരിക്കാം. ഈ കരാറാണ് ഏറ്റവും പ്രസക്തമായി. 2015-ൽ ബരാക് ഒബാമ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന സമയത്താണ് ഇറാനും അമേരിക്കയും അല്ലെങ്കിൽ മറ്റ് നാറ്റോ സഖ്യങ്ങളടക്കമുള്ള രാഷ്ട്രങ്ങളുമായിട്ട് ഒരു ആണവ നിർവ്യാപന കരാർ ഉണ്ടാക്കിയത്. കരാറിൻ്റെ അടിത്തറ ഇത്രയേ ഉള്ളൂ: ഇറാൻ ആണവ ആയുധങ്ങൾ നിർമ്മിക്കാൻ പാടില്ല. ബദലായി അതിന് പകരമായിട്ട് അവർ അത്തരം കാര്യം ഉറപ്പുവരുത്തുകയാണെങ്കിൽ അന്താരാഷ്ട്ര സമൂഹം ഇറാനിന് മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള വിവിധങ്ങളായ സാമ്പത്തിക ഉപരോധങ്ങളടക്കം പിൻവലിക്കും. ഇതാണ് രണ്ട് കൂട്ടരും തമ്മിലുള്ള കരാർ. എന്നാൽ 2018-ൽ അധികാരത്തിലിരുന്ന ഡൊണാൾഡ് ട്രംപ് അമേരിക്ക ഈ കരാറിൽ നിന്ന് പിൻവാങ്ങുന്നു എന്നുള്ള നിലപാടെടുത്തു. അതിന് കാരണമായി പറഞ്ഞത് ഇറാൻ ഈ പറയുന്ന കരാറിനോട് നീതി പുലർത്തുന്നില്ല, അവർ ആണവ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഈ കരാർ പ്രകാരം 300 കിലോ യുറേനിയം സമ്പുഷ്ടീകരിക്കാനാണ് ഇറാന് അനുമതിയുള്ളത്. അത് അത്രയും സമ്പുഷ്ടീകരിക്കുന്ന അവരുടെ ആഭ്യന്തര ഊർജ്ജ ആവശ്യങ്ങൾക്ക് വേണ്ടി വേണമെന്നുള്ളതാണ് ഈ കരാറിൽ വ്യവസ്ഥ ചെയ്യുന്നത്. എന്നാൽ ആ കരാർ പാലിക്കാതെ ഇറാൻ സ്വന്തം നിലയിൽ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നു എന്നുള്ള നിലപാടിൻ്റെ പേരിലാണ് ഈ പറയുന്ന അമേരിക്ക ഇതിൽ നിന്ന് പിൻവാങ്ങിയത്. ഇതിനെ സാധൂകരിക്കുന്ന തെളിവുകളും വന്നിരുന്നു. കാര്യം അന്താരാഷ്ട്ര ആണവ ഏജൻസി ഇറാനിൽ പലപ്പോഴായിട്ട് ഈ തെളിവെടുപ്പും പരിശോധനകളൊക്കെ നടത്തുമായിരുന്നു. എന്നാൽ 2025-ൽ, കഴിഞ്ഞ 20 വർഷത്തിന് ശേഷം 2025-ൽ ഇവർ ഈ പറയുന്ന ഇവരുടെ പ്ലാന്റുകൾ സന്ദർശിക്കുന്നതിന് അനുമതി കൊടുത്തില്ല. അപ്പോൾ എന്തൊക്കെയോ ദുരൂഹമായി അവിടെ നിന്ന് നടക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഇനി ഒരു കാര്യം കൂടി സുപ്രധാനമായ സംഗതിയുണ്ട്. അതായത് ഇറാൻ്റെ നതാൻസ് ആണവ കേന്ദ്രത്തിൽ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു. അതേപോലെ തന്നെ ഫോർദോയിലെയും
ആണവ കേന്ദ്രത്തിൽ ആക്രമണം നടത്തി. ഇത് നദാൻസിൻ്റെ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നു. അവിടെ ഏതാണ്ട് 15,000 സെൻട്രിഫ്യൂഗുകൾ, അതായത് ഈ ശുദ്ധീകരണത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ്. അതിന് കേടുപാട് പറ്റിയിട്ടുണ്ടെന്നുള്ള ഒരു സ്ഥിരീകരണം അന്താരാഷ്ട്ര ആണവ ഏജൻസി നൽകിയിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങൾ ഇത്തിരി ഗുരുതരമാണ്. ഫോർദോയിൽ ആക്രമണം നടന്നെങ്കിലും അവിടുത്തെ സ്ഥിതിഗതികൾ പഴയ രൂപത്തിൽ തന്നെയാണെന്നുള്ളൊരു സ്ഥിരീകരണമുണ്ട്. പക്ഷേ ഈ നദാൻസിൽ ഈ പറയുന്ന ഒരു കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. അത് ഏതെങ്കിലും തരത്തിലൊരു ആണവ വികിരണ സാധ്യത ഉണ്ടാകുകയാണെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. ഏതായാലും ഇറാൻ ഇപ്പോൾ ഒരു സമാധാന ചർച്ചകളിലേക്ക് വഴങ്ങുന്നു എന്നുള്ള സൂചനകൾ വരുന്നു. അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.